ഞാൻ പറഞ്ഞ കാര്യം എന്തായി? പൈസേന്റെ കാര്യം പറഞ്ഞിട്ട് നിങ്ങളിനി ഊരാൻ നോക്കണ്ട. എനിക്ക് എന്തായാലും ആ ഡ്രസ്സ് വേണം. എടി നീ കഴിഞ്ഞ ആഴ്ചയല്ലേ ഒരു ബിഗ് പർച്ചേസ് നടത്തിയ? അതൊന്നും പറഞ്ഞാൽ പറ്റൂല. എനിക്ക് എന്തായാലും ആ ഡ്രസ്സ് വേണം. നീ വിഷമിക്കണ്ട, നമുക്ക് സാധനം മേടിക്കാം. പിന്നെ ഇപ്രാവശ്യം മേടിക്കുമ്പോൾ വീണക്കം കൂടി എന്തെങ്കിലും എടുത്തോട്ടാ. കഴിഞ്ഞ ആഴ്ച മേടിക്കുമ്പോൾ നീ നോക്കൊന്നും മേടിച്ചിട്ടില്ലല്ലോ. ഓ തുടങ്ങി. എപ്പോഴും ഒരു വീണ. ഏട്ടൻ എന്ത് പറഞ്ഞാലും ഒരു പൊന്നാര പെങ്ങള് മതിയല്ല. നമ്മളെ കാര്യമൊന്നും നോക്കണ്ട ഞങ്ങള്. എടി ഓക്ക് പിന്നെ വേറെ ആരും ഉള്ളേ? ഞാനല്ലാണ്ട്. അച്ഛനും അമ്മയും മരിച്ച പിന്നെ അവളെല്ലാ കാര്യം നോക്കുന്നത് ഞാനല്ലേ. എനിക്കെന്തത് പറഞ്ഞാൽ മനസ്സിലാവാതെ. ഇന്നേ വരെ ഓളൊരു കാര്യത്തിൽ ഞാനൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. നീ ആയിട്ട് അതിനൊരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ ഞാൻ വന്നേ പിന്നെയാണോ നിങ്ങൾ എല്ലാ പ്രശ്നവും തുടങ്ങിയത്? നിനക്ക് എന്ത് കുറവാ ഈ വീട്ടിലല്ലേ? നിനക്കൊരു കുറവ് ഞാൻ വരുത്തുന്നില്ലല്ലോ. പിന്നെ നീ എന്താ ഇങ്ങനെ പെരുമാറുന്നത്? ഓ പിന്നെ എന്റെ ഭർത്താവ് എന്റേത് മാത്രമാണ്. വയ്യെങ്കിൽ പറ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിക്കോളാം. നിങ്ങൾ അനിയത്തിനെയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? ഓ തുടങ്ങി. അത് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനാവില്ല. ഏട്ടാ മോളെ വാ, ഇങ്ങോട്ട് വാ. റൂമിലേക്ക് കയറി വരുമ്പോ കുറച്ച് മാനേഴ്സ് ഒക്കെ ആവാം. സോറി എടുത്തിമ്മ, ഞാൻ അറിയാണ്ട് വന്നപ്പോ. നീ എന്നാ അങ്ങനെല്ലാം പറയുന്നപ്പാ? നീ ഇങ്ങോട്ട് വാ മോളെ. എന്താ വേണ്ടേ? അത് ഏട്ടാ, കോളേജിൽ നിന്ന് ടൂർ പോകുന്നുണ്ടായിരുന്നു. 4000 റുപ്യാണ്. എനിക്ക് പോണമെന്നുണ്ട്. പക്ഷെ ഏട്ടൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. അതൊന്നും പ്രശ്നമില്ല മോളെ, അതെല്ലാം ഏട്ടാ ശരിയാക്കി തരാം. 4000 റുപ്യൻ്റെ കാര്യമില്ലല്ലോ. എന്നാ പിന്നെ ഏട്ടാ ഞാൻ പോവാ, കുറച്ച് പഠിക്കാനുണ്ട്. അടുത്തമ്മേ അല്ല, ഇപ്പൊ നിങ്ങളിത് എന്ത് ഭാവിച്ചിട്ടാണ്? 4000 റുപ്യ പോലും കൊടുത്തു പോയിട്ടുണ്ട പറയാല. 4000 റുപ്യക്ക് നമുക്ക് എന്തെല്ലാം ചെയ്യാം? നിങ്ങൾ അത് കൊടുക്കുന്നത് എനിക്കൊന്ന് കാണണം. അത് ഒന്നും പറയണ്ട, ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാ മതി. എന്ത് വായി കൂട്ടി നിൽക്കുക? ഓളെ അപ്പുറത്തുണ്ട്, ഓളെ കേൾക്കും. ഇനി മേലാൽ ഇമ്മാതിരി വർത്താനം നീ പറയാൻ പാടില്ല, കേട്ടില്ല? മോളെ അല്ല കുഴപ്പമില്ല ഏട്ടാ, വിഷമിക്കണ്ട. ഞാൻ അടുത്ത പ്രാവശ്യം പോയിക്കോളാം. സാരില്ല ഏട്ടാ, തമ്മിൽ എനിക്ക് അറിയുന്നല്ലേ. സാറില്ല ഏട്ടാ, എനിക്ക് വിഷമമൊന്നുമില്ല. ഓഹോ എടി വീണേ, ഇന്നെന്തിന് കിച്ചണോട്ടൊന്നും കാണാൻ? ഇനി എപ്പോ ഒരു ബുക്കും പിടിച്ചിട്ട് ഇരുന്നാ മതി. അത് എടുത്തമ്മേ, ഞാൻ ഇപ്പോഴാ ഒന്ന് പഠിക്കാനിരുന്നേ. നാളെ എക്സാം ആണ്, അതുകൊണ്ടാ ഞാൻ. നല്ല സുഖാന്നല്ല. വെട്ടി വിഴുങ്ങാനാകുമ്പോ അങ്ങോട്ട് കയറി വന്നാ മതി. എടി നിനക്ക് വട്ടാണോ? എല്ലാ ദിവസവും അവളെ നിന്നെ സഹായിക്കാൻ വരാറില്ലേ? പിന്നെ ഇന്ന് മാത്രം വരാണ്ടിരിക്കുമ്പോ എന്തിനാ ഇങ്ങനെ കുഴപ്പാക്കുന്നേ? ഓള് പഠിച്ചോട്ടല്ലേ? ഓഹോ ഒരു ചേട്ടൻ. നിങ്ങളോ ഇവക്ക് വളം വെച്ചു കൊടുക്കുന്നത്? അടുക്കള പണി ചെയ്തിട്ടും മതി ബാക്കി. ഓ പിന്നെ ഞാൻ വേണമെങ്കിൽ വരാം സഹായിക്കാൻ. മോളെ നീ പഠിച്ചോ. ഏട്ടാ അത് ഏട്ടനല്ലേ പറയുന്നത്, നീ പോയി പഠിച്ചോ. ഏട്ടാ ഇന്ന് സെക്കൻഡ് ഷോപ്പ് പോവാട്ടാ. ഞാൻ 2 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫുഡും പുറത്തുനിന്ന് കഴിക്കാം. അപ്പൊ വീണില്ലേ? അവളെ ഒന്നും കൂട്ടിട്ട് പോകാൻ എനക്ക് കഴിയില്ല. പിന്നെ ഓളെ തനിച്ചാക്കിട്ടാ നമ്മൾ പോന്നേ? അതൊന്നും നടക്കൂല. നമ്മൾ സിനിമക്കൊന്നും പോകുന്നില്ല ഓളില്ലാണ്ട്. അതെന്താ നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാൻ പറ്റൂല? എനക്കൊന്നും കേൾക്കണ്ട. ഇത്രയും നാളെ ഞാൻ ക്ഷമിച്ചു. വന്ന് നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടാ. ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. ആഹാ, നിങ്ങൾക്ക് അവളാണോ വലുതല്ല ഞാനാണോ വലുത്? എനക്കത് ഇപ്പം അറിയണം. എന്നിട്ട് മതി ബാക്കി കാര്യം. ചേട്ടാ നിങ്ങൾ എന്തിനാ ഇങ്ങനെ അടികൂടുന്നു? എന്നെ കൊണ്ടാണെങ്കിൽ ഞാൻ വല്ല ഹോസ്റ്റലും പോയി നിന്നോളാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി നീ ഒന്നും ചെയ്യണ്ട. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് ഞാനാ. അതെനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ഒരക്ഷരം മിണ്ടി പോകാൻ പാടില്ല. അമ്മക്ക് എന്തെങ്കിലും അറിയുന്നുണ്ട് ഇന്നത്തെ കാര്യം? നീ ഒന്നും പറയണ്ട. അവൻ എന്നെ വിളിച്ചിട്ട് എല്ലാം പറയലുണ്ട്. നീ ചെയ്തത് ഒട്ടും ശരിയായിട്ടില്ല. ഒന്നുമില്ലെങ്കിൽ ഒരു അമ്മയില്ലാത്ത കുട്ടിയല്ലേ അവള്. അമ്മ ഞാൻ അമ്മേന്റെ സ്ഥാനത്ത് നിന്നിട്ട് നീ അല്ലേ എല്ലാം ചെയ്യേണ്ടത്? എത്ര നല്ല കുടുംബം എനിക്ക് കിട്ടിയേ. നീ അല്ലേ അവിടുത്തെ അമ്മ. ഇനിയെങ്കിലും നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നീ ചെയ്തത് ശരിയാണോന്ന്. അടുത്തമ്മ സാരമില്ല, പോട്ടെ. എനിക്ക് അടുത്തമ്മയോട് ഒരു ദേഷ്യമില്ല. എൻ്റെ അമ്മേന്റെ സ്ഥാനത്താണ് ഞാൻ കാണുന്നത്. എല്ലാം മറന്ന് നമുക്കിവിടെ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിച്ചൂടെ?